2002 കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിൽ നടൻ ജിഷ്ണുവിനാണ് മിഥുൻ ആദ്യമായി ഡബ്ബ് ചെയ്തത്. ഇന്നലെ വരെ ഞാൻ കരുതിയിരുന്നത് നമുക്കിടയിൽ ഞാനും നീ ഇല്ല. ഇനി നീ വേണം, ശിവൻ വേണം. ടീച്ചർ എന്റെ അമ്മയാണെന്ന് ഞാൻ ആഗ്രഹിച്ചത് നേരെ എന്ന് കരുതി ആ അമ്മ നിന്റെ അമ്മയാണെങ്കിൽ എന്റെ സന്തോഷം ഇല്ലാണ്ടാവൂട. നിന്റെ അമ്മ എന്റെ അമ്മയല്ലടാ, നിന്റെ അമ്മയെ എനിക്ക് അമ്മയെ വിളിച്ചോളാം. അതേ വർഷം തന്നെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ രഞ്ജു എന്ന നടന് വേണ്ടി ഡബ്ബ് ചെയ്തു. എന്നോട് സൗഹൃദം നടിച്ചുകൊണ്ട് കുടിപ്പക തീർക്കാവൻ ഇല്ലമ്മേ, ഞാൻ അച്ഛനോട് പറയില്ല. പക്ഷെ അമ്മ എനിക്കൊരു വാക്ക് തരണം, അവളെ പറഞ്ഞ് മാറ്റിക്കൊള്ളാം. അതിനുശേഷം 2003 കമൽ സംവിധാനം ചെയ്ത ഗ്രാമഫോൺ എന്ന ദിലീപ് ചിത്രത്തിൽ ഫിറോസ് ഖാൻ എന്ന നടന് വേണ്ടി മിഥുൻ ശബ്ദം നൽകി. രാവിലെ ലാൻഡ് ചെയ്തു, നേരെ ഇങ്ങോട്ടല്ല പോകുന്നത്. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സ്മാർട്ടായിട്ടുണ്ട് നേര്. എല്ലാരും ജെന്നിയെ കാത്തിരിക്കുക അവിടെ. പപ്പ, മമ്മ, എന്റെ ഫ്രണ്ട്സ്, എവരിബഡി. അതേ വർഷം തന്നെ റിലീസായ ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അഭിനയിച്ച ബിയോൺ എന്ന നടന് വേണ്ടി ഡബ്ബ് ചെയ്തത് മിഥുനായിരുന്നു. വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്റെ അച്ഛനായിട്ട് നശിപ്പിച്ച കുന്നംപുറത്തുകാരുടെ ഫാക്ടറി രണ്ടാമത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടും കമ്പനിയൊക്കെ ഈട് വെച്ച് ഞാൻ അവർക്ക് ലോൺ എടുത്തു കൊടുത്തത്. അപ്പൊ അത് തിരിച്ചടക്കേണ്ട ബാധ്യത അവർക്ക് തന്നെയാണ്. അവരെ തിരിച്ചടച്ചോളൂ. മാത്രമല്ല, എന്റെ അച്ഛന്റെ പേരിൽ കിട്ടുന്ന ഒരു സഹായവും അതിൽ നിന്നും എനിക്ക് ആവശ്യമില്ല. 2003 തന്നെ റിലീസായ ലോഹിതദാസിന്റെ ചക്രം എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ ബിനോയ് അങ്കമാലി എന്ന നടനു വേണ്ടി മിഥുൻ ശബ്ദം നൽകി. 20,000 അകത്ത് വയ്ക്കാൻ ചമ്പുള്ളവരുടെ വയ്ക്കടാ. 2004 ശ്യാമപ്രസാദിന്റെ അകലെ എന്ന പൃഥ്വിരാജ് ചിത്രത്തിലും ടോം ജോർജ് കോലാത്ത് എന്ന നടനു വേണ്ടി ഡബ്ബ് ചെയ്തിരിക്കുന്നത് മിഥുനാണ്. തനിക്കിങ്ങനൊരു സിസ്റ്റർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹലോ ഹലോ, ഗുഡ്നെസ്, റോസിന്റെ കൈ തണുത്തിരിക്കുന്നു. ഇതേ വർഷം തന്നെ റിലീസായ കൂട്ട് എന്ന ചിത്രത്തിൽ റിച്ചാർഡ് ഋഷി എന്ന നടനു വേണ്ടിയും മിഥുൻ ശബ്ദം നൽകി. അങ്ങനെ ശരിക്കും പറ്റില്ല സർ. ഒരു കേസ് എടുക്കാൻ പോലും ആ സർക്കിൾ ഇൻസ്പെക്ടർ തയ്യാറല്ല. 2004 തന്നെ ഇറങ്ങിയ മോഹൻലാൽ അതിഥി താരമായി എത്തിയ വാണ്ടഡ് എന്ന മുരളി നാഗവള്ളി ചിത്രത്തിൽ നടൻ നിഷാന്ത് സാഗറിന് വേണ്ടിയും മിഥുൻ ഡബ്ബ് ചെയ്തു. നീ വാങ്ങിക്കണമെന്നില്ല, ഞാൻ വാങ്ങിക്കും. നീ വാങ്ങിക്കില്ല, ഇനി ഇത് നേടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ആ കാശ് വാങ്ങിച്ച ആളെ പറഞ്ഞു വിടും. നീ പറഞ്ഞു വിടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നീ അത് ചെയ്യില്ല. നീ ആരാ? എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും. നല്ല വഴി കൂടെ പോലെ എത്ര നാൾ ഞാൻ കാശ് ഉണ്ടാക്കിയത്. അതിന്റെയൊക്കെ പങ്ക് നീയൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. സത്യം ധർമ്മം പ്രസംഗിക്കണ കുറെ തെണ്ടി പരിശോധന. 2004 ഇറങ്ങിയ സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത അപരിചിതൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ സിറാജ് എന്ന നടനു വേണ്ടി മിഥുൻ ശബ്ദം നൽകി. റോഡ് ആകുമ്പോ ആക്സിഡന്റ് ഉണ്ടായിരുന്നു, ആളുകൾ മരിച്ചു നോക്കിയിരിക്കും. അവിടെ പട്ടാളവും പോലീസൊക്കെ വന്നാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാവില്ലേ? ഇല്ലെന്നാ, ഒരു ലിഫ്റ്റ് വേണം. ഇതിനുശേഷം വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞ് 2012 ഇറങ്ങിയ മല്ലു സിംഗിൽ ഉണ്ണി മുകുന്ദിന് വേണ്ടി ഡബ്ബ് ചെയ്തുകൊണ്ടാണ് മിഥുൻ തിരിച്ചു വന്നത്. 7 വർഷം മനസ്സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളെ ഇവിടെ ഇറക്കി വിട്ടാലും അതുണ്ടാകുന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ എന്റെ മുമ്പിൽ വേറെ വഴികളില്ല. എന്നെ നിവർത്തികേടാണത്. അതേ വർഷം തന്നെ വീണ്ടും കണ്ണൂർ എന്ന അനൂപ് മേനോൻ നായകനായ ചിത്രത്തിൽ രാജീവ് പിള്ളയ്ക്ക് വേണ്ടിയും മിഥുൻ ഡബ്ബ് ചെയ്തു. അല്ലേ ജെക്കി സർ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും പിണക്കി ഞാൻ ഈ നാട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്യും? 2012 തന്നെ ദീപൻ സംവിധാനം ചെയ്ത ഹീറോ എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ നടൻ ശ്രീകാന്തിനായി മിഥുൻ ശബ്ദം നൽകി. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞാൻ മേഘപ്പെടുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തതാണ്, നീ എന്തിനായി സ്ലം ഡോഗിന് വേണ്ടി വാദിക്കുന്നത്? ഇപ്പൊ അറിയണം, ഈ സിനിമയിൽ പ്രേമാനന്ദ് വേണോ, ഒരു ദിവസക്കൂലിക്കാരൻ ഫൈറ്റർ വേണോ? മിഥുൻ അവസാനമായി ശബ്ദം നൽകിയത് 2013 റിലീസായ ബഡ്ഡി എന്ന ചിത്രത്തിൽ നടൻ ശ്രീകാന്തിന് വേണ്ടിയാണ്. Unfortunately, I don't have any other goal. Mr. Mani, ഇത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് നീതി പുലർത്തിയേ മതിയാവും. He's been my master. I have to do justice to him.